ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ. ഇന്ന് നമുക്ക് രാവിലത്തെ രാവിലത്തെ ടിഫനും ഉച്ചക്കലത്തെ ലഞ്ചിനുള്ള കറിയാണ് സാമ്പാർ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് സാമ്പാർ വയ്ക്കാമെന്ന്. ഇതാട്ടോ, നടുപ്പിലാണ് സാമ്പാർ വയ്ക്കുന്നത് കേട്ടോ. തക്കാളി ഉരുളക്കിഴങ്ങൊക്കെ ആദ്യം ഇട്ട് പരിപ്പ് അടുപ്പിൽ വെച്ചിട്ട് പരിപ്പ് വെന്തിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട് പരിപ്പ്. അപ്പോൾ തക്കാളിയും ഉരുളക്കിഴങ്ങും ഇട്ടിരിക്കുന്നത്, വെണ്ടയ്ക്കയും ഉള്ളിയും കൂടെ നന്നായിട്ട് എണ്ണയിൽ വഴറ്റി കൊടുക്കുക. പരിപ്പ് വെന്ത ശേഷമാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇട്ടിരിക്കുന്നത്. നന്നായി വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും തക്കാളിയും. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടണം കേട്ടോ. പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് വേവിക്കാൻ വയ്ക്കാം. അടച്ച് വയ്ക്കാം. ഒരു മുറി തേങ്ങ എടുക്കണം കേട്ടോ. അത് ചിരകാം. പുളി വെള്ളത്തിലിടണം. നമ്മൾ നാടൻ പുളി തല്ലിയ പുളിയാണ് കേട്ടോ. അത് ഇത്തിരി നേരം വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് പിഴിയാൻ എളുപ്പമാണ്. ഇതാട്ടോ, എണ്ണ ഒഴിച്ചു നന്നായി ചൂടായി വരുമ്പോൾ ഓയിലായാലും വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല. അതിലേക്ക് പരിപ്പ് നമുക്ക് വറക്കാനാണ്. തേങ്ങ വറക്കാൻ പരിപ്പ് 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഉലുവ, ജീരകം വേണ്ടവർക്ക് ഇടാം കേട്ടോ. അത് നിർബന്ധമില്ല. ഞാനിടും ജീരകം. പാലക്കാട് സാമ്പാറിന് ജീരകമൊക്കെ ഇടും കേട്ടോ. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ കൊട്ടാം. ഒന്ന് ബ്രൗൺ കളർ വരും. തീ കമ്മിയാക്കി വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞ് കഴിഞ്ഞാൽ ഉലുവ കഴിക്കും കേട്ടോ സാമ്പാർ. ഉലുവ കരിയാതെ നോക്കണമല്ലോ. ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് തേങ്ങ അങ്ങോട്ട് കൊട്ടാം. ഒക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. പൊട്ടണുണ്ടല്ലേ. ഇനി നമുക്ക് കരിവേപ്പിൻ്റെ ഇലയും തേങ്ങയും കൂടി ഇടാം. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു മണം വരും. തേങ്ങ ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ ഒരു മണം വരും. തേങ്ങ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നതിൻ്റെ മണം കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് വേണം പൊടി ആഡ് ചെയ്യാൻ. ഇതാട്ടോ, പാകമായിട്ടുണ്ട്. വറവ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി ഇളക്കി കൊടുത്ത് നല്ല മൊരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി അരയ്ക്കാം. പൊടിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ വറക്കുമ്പോൾ. നമ്മൾ കായപ്പൊടി ചിലവർ ഇതിൽ അരക്കണയിലിടും, പക്ഷെ അപ്പോൾ ആ മണം പോകും നമ്മൾ അരച്ച് കഴിഞ്ഞാൽ. അത് നമ്മൾ സാമ്പാറിലേക്ക് ഈ അരപ്പൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് കായപ്പൊടി കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ മണം അതിൽ തന്നെ നിൽക്കും. നമ്മൾ ഇടയിലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ തിളച്ച് വരുമ്പോൾ ആ മണമൊക്കെ പുറത്ത് പോകും. അപ്പോൾ നമുക്ക് സാമ്പാറിന് മണം പോകും. അപ്പോൾ അത് ലാസ്റ്റ് ആഡ് ചെയ്യണം നല്ലത്.
ഒന്നെല്ലാം കഴിഞ്ഞിട്ട് അരപ്പൊക്കെ ഒഴിച്ച ശേഷം നന്നായി തിളച്ച് ഒരുവിധം ആകുമ്പോൾ കുറച്ച് സാമ്പാർ പൊടി, അതിനനുസരിച്ച് കായപ്പൊടി. സാമ്പാർ പൊടി ചിലവർ 2 ടീസ്പൂണൊക്കെ ഇടും കേട്ടോ മണത്തിന്. അത് നമുക്കിഷ്ടം പോലെ ചെയ്യാം. 1 ടീസ്പൂൺ ഇടുന്നവരും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പാകത്തിന് ആ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ മണം കിട്ടും. മണം എവിടെയും പോവില്ല. മണം നന്നായിട്ട് മണം വരും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കൂ. നല്ല മണം ഉണ്ടാവും. സാമ്പാർ തുറക്കുമ്പോൾ നല്ല മണമായിരിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുക കേട്ടോ. ഞാൻ ഇലച്ചിയുടെ കായപ്പൊടിയാണ്, നല്ല കായപ്പൊടി കേട്ടോ. ഇലച്ചിയുടെ നല്ല മണം കിട്ടും. അതുപോലെ സാമ്പാർ പൊടി, ഇലൈറ്റിൻ്റെ സാമ്പാർ പൊടി നല്ല മണം കിട്ടും. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുളി ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം. ഇപ്പം നമ്മൾ സാമ്പാർ തിളച്ചു കേട്ടോ. നന്നായി തിള വന്നിട്ടുണ്ട്. നമുക്ക് കായ ഇടാം. ഇതാട്ടോ, കുറച്ച് കായപ്പൊടി ഇട്ടു. അധികം ഇടരുത്, കായപ്പൊടി കഴിക്കിട്ടോ. ഇതാ നല്ല വലിയ സ്പൂണിന് 1 സ്പൂണ് നമുക്ക് സാമ്പാർ പൊടി ഇടാം. നന്നായി ഗ്യാസ് ഒന്ന് കമ്മിയാക്കുക. ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വെച്ചാൽ മണം പോകാതിരിക്കാൻ കേട്ടോ. നമുക്ക് നേരിട്ട് അങ്ങോട്ട് അടച്ച് വയ്ക്കാം. ഇതാട്ടോ, നമുക്ക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് 1 സ്പൂൺ കടുക് ഇതാട്ടോ. ഇതാ പൊട്ടി തുടങ്ങി. മുളകും കറിവേപ്പിലയും ആഡ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കുക. ഓഫ് ചെയ്യാതി അതിലേക്ക് നമ്മുടെ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി കേട്ടോ. നല്ല തിക്നെസ് ഉള്ള വെണ്ടയ്ക്ക, ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, അത് മാത്രമേ ഉള്ളൂ. എല്ലാ സാമ്പാർ കഷ്ണമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സിമ്പിളാണ് എല്ലാം ചെയ്യുക. കുറച്ച് കഷ്ണങ്ങളുണ്ടെങ്കിൽ നമ്മളതിന് വെറൈറ്റി കറി ഉണ്ടാക്കും. നമുക്കെപ്പോഴും എല്ലാ കഷ്ണവും കിട്ടണമെന്നില്ലല്ലോ. പിന്നെ പച്ചക്കറിക്കൊക്കെ ഇപ്പോൾ വില കൂടുതൽ ഓണമായിട്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എല്ലാ കഷ്ണം എന്താണോ അതൊക്കെ കൂട്ടിയിട്ട് വെറൈറ്റി കറി ഉണ്ടാക്കുക. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കണം. പിന്നെ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറാണ് കേട്ടോ. നമുക്ക് സാമ്പാറും കൂടി കൂട്ടിയിട്ട് നല്ല കഴിക്കാം കേട്ടോ. ഇഡ്ഡലി സാമ്പാറും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ലഞ്ചിനുമായി നമുക്ക് സാമ്പാർ വെച്ചാൽ 2 ആയല്ലോ. 1 വെടിക്ക് 2 പക്ഷി എന്നല്ലേ കേട്ടിരിക്കുക. അപ്പോൾ നമുക്ക് രാവിലത്തെ ടിഫനുമായി ഉച്ചക്കലത്തെ ചോറിനുള്ള കറിയായി. രണ്ടാമത് ഇതാ മുളക് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പയറുപ്പേരി വെക്കണം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറാണ് കേട്ടോ. നമുക്ക് സാമ്പാറും കൂടി കൂട്ടിയിട്ട് നല്ല കഴിക്കാം കേട്ടോ. ഇഡ്ഡലി സാമ്പാറും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ലഞ്ചിനുമായി നമുക്ക് സാമ്പാർ വെച്ചാൽ 2 ആയല്ലോ. 1 വെടിക്ക് 2 പക്ഷി എന്നല്ലേ കേട്ടിരിക്കുക. അപ്പോൾ നമുക്ക് രാവിലത്തെ ടിഫനുമായി ഉച്ചക്കലത്തെ ചോറിനുള്ള കറിയായി. രണ്ടാമത് ഇതാ മുളക് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പയറുപ്പേരി വെക്കണം.